മോഹൻലാലിനും മമ്മൂട്ടിക്കും അർഹിച്ച അംഗീകാരം ലഭിച്ചില്ല. കാരണം പറഞ്ഞു ഉണ്ണി മുകുന്ദൻ. മലയാള സിനിമയുടെ മാർക്കറ്റിനെക്കുറിച്ചും വിവിധ ഭാഷകളിലെ മലയാള സിനിമയ്ക്ക് അംഗീകാരം ലഭിക്കേണ്ടതിനെക്കുറിച്ചും സംസാരിച്ച നടൻ ഉണ്ണി മുകുന്ദൻ. OTTയിലെ സിനിമാ പ്രേക്ഷകരിൽ മാത്രമാണ് ഒതുങ്ങേണ്ടതല്ല മലയാള സിനിമയെന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. പുതിയ ചിത്രമായ മാർക്കോയുടെ ഹിന്ദി വെർഷൻ റിലീസിന്റെ ഭാഗമായി സൂം എന്ന ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. മോഹൻലാലും മമ്മൂട്ടിയും ഒട്ടേറെ മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഇരുവരും ഇപ്പോഴും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തിയേറ്ററിൽ അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നാണ് താൻ കരുതുന്നതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു. മലയാള സിനിമ എന്നും ക്ലാസ്സിലെ നല്ല കുട്ടിയായി മാത്രം ഇരുന്നാൽ പോരാ. ഇവിടുത്തെ അഭിനേതാക്കളും സിനിമാ പ്രവർത്തകരുമെല്ലാം അവിടെ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കണം. ഞങ്ങൾ നല്ല സിനിമയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ OTTയിലും സിനിമാ പ്രേക്ഷകർക്കിടയിലെ ഉയർന്ന ഗ്രൂപ്പിലും മാത്രമാണ് അത്തരം ചർച്ചകൾ നടക്കാറ്. ആ സ്ഥിതി മാറണം. തിയേറ്ററിൽ കയ്യടി ഉയരണം. മോഹൻലാൽ സാറിന് എന്തൊരു മികച്ച ട്രാക്ക് റെക്കോർഡാണ് സിനിമയിലുള്ളത്. എന്നിട്ടും മലയാള സിനിമയുടെ മാർക്കറ്റ് വലുതായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം ഇന്നും കിട്ടുന്നില്ല. മമ്മൂക്കയ്ക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവരുടെ വലിയ ആരാധകനാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. ഉണ്ണിമുകുന്ദൻ പറയുന്നു. അതേസമയം വടക്കേ ഇന്ത്യയിൽ പല തിയേറ്ററിലും ഹിന്ദി ചിത്രം ബേബി ജോണിന് പകരം മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കാനുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വൈകിയ രൺധീർ കപൂർ ടീമിന്റെ ആനിമലിനേക്കാൾ വയലൻസുള്ള ചിത്രമാണ് മാർക്കോ എന്ന അഭിപ്രായമുണ്ടെങ്കിലും ഈ കാരണത്താൽ മാർക്കോ കാണുന്നതിന് പ്രേക്ഷകർ താൽപര്യപ്പെടുന്നതായും ബോളിവുഡ് ഹംഗാമ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മാർക്കോയെ പ്രശംസിച്ച് സംവിധായകൻ രാംഗോപാൽ വർമ്മ രംഗത്ത് വന്നിരുന്നു. മാർക്കോ സിനിമയ്ക്ക് ലഭിക്കുന്ന പോലെ ഞെട്ടിക്കുന്ന പ്രശംസ ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും കേട്ടിട്ടില്ലെന്നാണ് രാംഗോപാൽ വർമ്മ എക്സിൽ കുറിച്ചത്. ചിത്രം കാണാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. താൻ കൊല്ലപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുവെന്ന് നടൻ ടാഗ് ചെയ്തെന്ന് രാംഗോപാൽ വർമ്മ എക്സിൽ കുറിച്ചു.